ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഭർത്താവിന് തലവേദനയാണെന്ന് പറഞ്ഞ സ്നേഹത്തോടെ തടവിത് മാറ്റണ്ടേ? ഗാതമടം ഗാതമടം അടുത്ത് ചെന്നിരിക്കുമ്പോ സാറിന് തലവേദനയൊക്കെ മാറിക്കോളും. നവീൻ, നവീൻ, നല്ല ചൂടുണ്ടല്ലോ. തലവേദന ഇപ്പൊ കുറവുണ്ടോ? ഇല്ല, തലവേദന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാറാൻ കുറച്ച് സമയം പിടിക്കും. പനിയുണ്ട്, ഡോക്ടറെ അടുത്ത് പോയിക്കൂടെ? വേണ്ട, ഭക്ഷണം കഴിക്കാൻ ചെല്ലാനേ അമ്മ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ കുറച്ച് ചൂട് കഞ്ഞി എടുത്തോണ്ട് വരാം. വേണ്ട. ഈ കണ്ടീഷനിൽ ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. താൻ ഇവിടെ കുറച്ചേരം ഇരിക്കൂ. താൻ അടുത്തിരുന്ന എന്റെ വേദനയൊക്കെ മാറിക്കോളും. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നിരിക്കണം. ഇതെന്താ ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഭർത്താവിന് തലവേദനയാണെന്ന് പറഞ്ഞ സ്നേഹത്തോടെ തടവിത് മാറ്റണ്ടേ? നന്ദേട്ടൻ കഴിച്ചോളൂ. എന്തായാലും മോനും മോളും കൂടി വരട്ടടോ, ഒന്നിച്ച് കഴിക്കാലോ. അവനെന്തിയ മോളെ? നവീന് തലവേദനയാ, ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നു. എന്നാ പിന്നെ ഇന്നിനി കഴിക്കല് കണക്കാ. മോളൊരു കാര്യം ചെയ്, മോളിരുന്ന് കഴിക്ക്. അപ്പോഴേക്കും ഞാൻ കുറച്ച് കഞ്ഞി ചൂടാക്കി എടുക്കാം. അത് അവന് കൊണ്ടുപോയി കൊടുത്താ മതി. മോളിരിക്കേ. ഇരിക്കേ. എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാം, അച്ഛൻ കഴിച്ചോളൂ. തലവേദനയാണെന്നും പറഞ്ഞ് കിടന്നാ പിന്നെ നിർബന്ധിച്ച കുറച്ച് കഞ്ഞി കുടിക്കും.
കൂടെ കുറച്ച് അച്ചാറും മതി. അതാ അമ്മ വേറെ കറിയൊന്നും എടുക്കാതിരുന്നത്. ആ എന്നാ ഞാനിത് കൊടുത്തിട്ട് വരാം. അയ്യോ, മോള് കഴിച്ചിട്ട് പോയാ മതി. എനിക്കിപ്പോ വിശപ്പൊന്നും തോന്നുന്നില്ലമ്മേ. നവീന് കൊടുത്തിട്ട് ഞാൻ വന്ന് കഴിച്ചോളാം. ഇങ്ങ് തന്നേക്കൂ. ഉം. അല്പം പോലും കഴിച്ചില്ല മോള്. അവനെങ്ങനെ കിടക്കുന്നോണ്ട് പറ്റുന്നുണ്ടാവില്ല. അവന്റെ ഭാഗ്യം നന്ദേട്ടാ, ഇത്രയും നല്ലൊരു കുട്ടിയെ കിട്ടിയത്. സംശയമൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യ മോള്. അവന്റെ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അവന്റെ ഓഫീസ് കാര്യങ്ങളും അതിന്റെ തിരക്കും പറഞ്ഞു നടക്കുമ്പോ അതിനേക്കാളും തിരക്കുള്ള ഒരാള് വന്ന് കയറിയാലോ എന്ന് ഞാൻ പേടിക്കാതിരുന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലമല്ലേ. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ജനിച്ചിട്ടും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സല്ലേ അവൾക്ക്, അല്ലേ? അത് സത്യാണ്. അതാണ് സത്യം. നവീൻ എഴുന്നേക്ക്, കഞ്ഞി കുടിക്കാം. ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന്. അത്താഴപ്പട്ടിണി കിടക്കാൻ പറ്റില്ല. അത് നല്ലതല്ലെന്നാ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. ഇതാരെ ഈ കാർന്നുമാരെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? ഗാഥാ ശ്രീനിവാസോ? സിറ്റിയിൽ നടക്കുന്ന ടാലന്റ് ഷോകളിലും ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരാള് ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പതേ ഈ കഞ്ഞി കുടിച്ചേ. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് എന്റെ അടുത്ത് സ്നേഹമുണ്ട്. തലവേദന വന്നാ പിന്നെ കഞ്ഞിയുടെ കൂടെ അച്ചാറ് മാത്രാണോ? അത് ചെറുപ്പത്തിൽ എപ്പോഴോ ശീലിച്ചു പോയതാ. ഞാൻ വേറെ കറി എന്തെങ്കിലും എടുക്കണോ? വേണ്ട, താൻ കഴിച്ചോ. ഇല്ല, ഞാൻ കഴിച്ചോളാം. താൻ കഴിക്കാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയോടെ കഴിക്കുന്നത്? കേട്ടിട്ടില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് ഞാനിത് കഴിഞ്ഞാ കഴിക്കുമല്ലോ. പക്ഷെ എനിക്കൊരു ധൈര്യം വേണ്ടേ? ആദ്യം താൻ കുറച്ച് കുടിക്കേ, എന്നിട്ട് ഞാൻ കുടിക്കാം. വേണ്ട നവീൻ. എടോ, താൻ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ കാര്യം സത്യമാ. നവീൻ, ഞാൻ പറഞ്ഞത് കേക്കൂ. അതെന്താ താൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നേ? ഞാൻ പറയുന്നത് തനിക്കും കേൾക്കാലോ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിലേ ഭർത്താവ് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ അനുസരിക്കണം. ഞാൻ നോക്കട്ടെ സ്നേഹമുണ്ടോന്ന്. എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ? ആ, എന്നാ എനിക്കും പറ്റില്ല. എടുത്തോണ്ട് വെക്കോ, ഞാൻ കിടന്നോളാം. കണ്ടോ? എടോ, ഇതിലിപ്പോ എന്താ അത്ര വലിയ സംഭവം? താൻ കുറച്ച് കഞ്ഞി കുടിക്കുന്നു, അത് കഴിഞ്ഞ് ഇത് മുഴുവനും ഞാൻ കുടിച്ചു തീർക്കുന്നു. അത്രല്ലേ ഉള്ളൂ. ശരി, എന്നാ കുറച്ച്. അങ്ങനെ വഴിക്കുക.